നമ്മൾ സംസാരിക്കാൻ പോകുന്നത് റെഡ് ഡൗൺ എന്ന പറഞ്ഞ സിനിമയെക്കുറിച്ചാണ്. 1984 ഇറങ്ങിയ ഒരു സിനിമയാണ്. ഈ സിനിമയുടെ പ്രത്യേകത വെച്ചാൽ ഇപ്പോഴത്തെ ഒരു സംഭവങ്ങളായിട്ട് വളരെ കണക്ഷനുള്ള സിനിമയാണ്. ഒരു വേൾഡ് വാർ 3 തുടക്കം കുറിക്കുകയാണ്. അതാണ് എൻ്റെ കഥ. അതായത് വേൾഡ് വാർ 2 കഴിഞ്ഞിട്ട് നമുക്കറിയാം ഇല്ലത്, പിന്നെയുള്ള കോൾഡ് വാറാണ്. എന്നാൽ ഒരു ഫിക്ഷണലായിട്ട് വേൾഡ് വാർ 3 ഇവർ സൃഷ്ടിച്ചേക്കുവാണ്. ഈ സിനിമ തുടങ്ങുന്നതെന്ന് വെച്ചാൽ ഒരു കോളേജിലോട്ടാണ്. കോളേജിൽ കുറേ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു, കോളേജ് അല്ലെങ്കിൽ ഹൈസ്കൂൾ എന്ന് പറയാം. കുറേ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് കുറേ ട്രൂപ്പ് അല്ലെങ്കിൽ കുറേ പാരച്യൂട്ടിൽ കുറേ സോൾജേഴ്സ് താഴോട്ട് ഇറങ്ങി വരുന്നു. ഈ സോൾജേഴ്സ് താഴോട്ട് ഇറങ്ങി വരുന്ന പിള്ളേരും പഠിപ്പിക്കുന്ന സാറും ഞെട്ടുന്നു. സാറ് വളരെ മാന്യമായിട്ട് പുറത്തു പോയിട്ട് എന്താണ് കാര്യം തിരക്കാനായിട്ട് ആ സോൾജേഴ്സിനോട് ചോദിക്കാൻ വേണ്ടി പോകുന്നു. അപ്പോൾ തന്നെ ആ സാറിന് വെടിവെച്ച് വിടുന്നു. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഈ വന്നവരൊക്കെ സോവിയറ്റ് യൂണിയൻ്റെ അല്ലെങ്കിൽ സോവിയറ്റ് ട്രീറ്റിയിൽ വരുന്ന കൺട്രീസാണ്. അതായത് അൽബാനിയ അങ്ങനത്തെ കുറേ കമ്പനികൾ ചേർന്ന് കുറേ കൺട്രികൾ ചേർന്നിട്ട് പാക്ട് തുടങ്ങിയായിരുന്നു. അത് അവരെല്ലാം കൂടെ ചേർന്നിട്ട് സംയോജനമായിട്ട് അല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്കൻ കമ്മ്യൂണിസ്റ്റ് കൺട്രീസ്, സോവിയറ്റ് യൂണിയൻ, റഷ്യയും കൂടെ ചേർന്നിട്ട് ഒരു കൂട്ടം രൂപീകരിച്ചിട്ട് ആ യൂണിയൻ അമേരിക്കയെ വേട്ടയാടാൻ വരുന്നതാണ്. അങ്ങനെ വരുന്നു, അവിടെയുള്ള വിദ്യാർത്ഥികളെയൊക്കെ കൊല്ലുന്നു. പക്ഷെ അതിനകത്തുനിന്ന് അവിടെ കുറച്ച് പൂർവ്വ വിദ്യാർത്ഥി അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന പാട്രിക് സ്വെയിൻ, എൻ്റെ ഒരു ഫേവററ്റ് ആക്ടറാണ്. പുള്ളി വളരെ അഡ്വഞ്ചറസ് ആയിട്ട് അതിനകത്തുള്ള കുറച്ച് പുള്ളിയുടെ കൂട്ടുകാരെയും കുറേ പിള്ളേരെയൊക്കെ രക്ഷപ്പെടുത്തി അവർ നേരെ ഒരു കാട്ടിനുള്ളിലോട്ട് പോകുന്നു. കാട്ടിനുള്ളിലോട്ട് പോയിട്ട് അവരൊരു കാട്ടിനുള്ളിൽ പോകുന്ന അവർ ഇവേഡ് ചെയ്യാൻ വേണ്ടിയാണ്. പക്ഷെ അവർക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ പേരോ ഐഡിയ തോന്നുന്നു. അവർ ഗൊറില്ലാസ് ആയിട്ട് മാറുന്നു. ആ ഗൊറില്ലാസിൻ്റെ പേരാണ് വോൾവറിൻ. ഞാൻ ആലോചിച്ചിട്ടുണ്ടായ സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഇതിനകത്തൊരു വിദ്യാർത്ഥിയുടെ പുറത്ത് വോൾവറിൻ്റെ ഒരു ടീഷർട്ട് കാണാം. ഞാൻ എപ്പോഴും ആലോചിച്ചു എന്താണ് വോൾവറിൻ. കാരണം അന്ന് വോൾവറിൻ എനിക്കറിയാവുന്ന വോൾവറിൻ എന്ന് പറഞ്ഞാൽ എക്സ്മെനകത്തെ അല്ലെങ്കിൽ നമ്മുടെ ഹ്യൂ ജാക്മാൻ്റെ വോൾവറിനാണ്. എന്നാൽ ഇതൊരു വേറൊരു വോൾവറിൻ കണ്ടപ്പോൾ എനിക്ക് അപ്പോഴും ഒരു ആശ്ചര്യം ഉണ്ടായിരുന്നു. സോ ഇത് ഗൊറില്ലാസിന് അവരിടുന്ന പേരാണ് വോൾവറിൻ. അങ്ങനെ ഇവർ ഗൊറില്ലയായി മാറുന്നു. പല സ്ഥലങ്ങളിലും പോയി അറ്റാക്ക് ചെയ്യുന്നു. അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ്റെ അല്ലെങ്കിൽ അലൈഡ് ഫോഴ്സസിൻ്റെ പട്ടാളക്കാരെ ഇവർ പല സ്ഥലങ്ങളിലും പോയി അറ്റാക്ക് ചെയ്യുന്നു. അവർ ഭയങ്കരമായിട്ട് ടാക്ടിക്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് പല ഇവരുടെ ആസ്ഥാനങ്ങളും പിടിച്ചെടുക്കുന്നു. അങ്ങനെ ആ പിടിച്ചെടുത്ത ആസ്ഥാനത്തു നിന്നും തോക്കെടുക്കുന്നു, അൾട്രാ മോഡേൺ മിഷൻ ഗൺ അങ്ങനത്തെ എല്ലാം എടുത്തിട്ട് ഇവരെ അടിക്കുന്നതാണ് സിനിമ. ഈ കൂട്ടത്തിൽ ഈ പാട്രിക് സ്വെയിനും കൂട്ടുകാരും കൂടെ പോകുമ്പോഴത്തേക്കും ഒരു അങ്കിളിനെ കാണാൻ പോകുമ്പോൾ അവരുടെ 2 പെൺമക്കളെയും കൂടി ഇവരുടെ കൂട്ടത്തിൽ കൂട്ടുന്നുണ്ട്. അവരും വളരെ കോമ്പാറ്റ് റെഡി ആയിട്ടുള്ള 2 പെൺകുട്ടികൾ. അവരെല്ലാം കൂടി ചേർന്നൊരു യങ്ങർ ജനറേഷൻ്റെ ഗൊറില്ലാസ് അല്ലെങ്കിൽ ഈ സോവിയറ്റ് ആർമിയെ അവർ ഒരു രക്ഷയില്ലാതെ തകർക്കുന്നു. കാരണം ഒരു ഭാഗത്ത് പോയിട്ട് സോവിയറ്റ് ആർമിയുടെ താവളങ്ങൾ ഇവർ പിടിച്ചെടുക്കുന്നു, അവിടുത്തെ പട്ടാളക്കാരെ ഓടിക്കുന്നു അല്ലെങ്കിൽ കൊല്ലുന്നു. അവിടുന്ന് കിടുന്ന അൾട്രാ മോഡേൺ വെപ്പൺസ് എല്ലാം ഇവർ കൈക്കലാക്കുന്നു. അങ്ങനെ കൈക്കലാക്കി ഇവരൊരു വൻ ആർമിയായിട്ട് ഫോം ചെയ്യുന്നു. ആ ആർമിയിലെ ഗൊറില്ല ആർമിയുടെ പേരാണ് വോൾവറിൻ. അതാണ് ഈ സിനിമയുടെ ഫുള്ളായിട്ട്. അതിനിടയ്ക്ക് ഒരു അമേരിക്കൻ പട്ടാളക്കാരനെ കണ്ടുവെത്തുന്നു. അയാളുമായിട്ട് കുറച്ച് നേരമേ ഉള്ളൂ പുള്ളി ആയിട്ട് യുദ്ധത്തിന് ടാക്ടിക്സ് ഒക്കെ പറയുന്നു. അങ്ങനത്തെ കുറച്ച് സീൻസുകളുണ്ട്. പക്ഷെ ഇതിനകത്ത് എന്താണ് ഈ കഥയുടെ പ്രത്യേകത വെച്ചാൽ ഭയങ്കര ഫിക്ഷണലായിട്ട് ചെയ്തിട്ടെങ്കിലും നല്ല രസമുണ്ട്. ഒരു വേൾഡ് വാർ 3 വന്നാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത്, അല്ലെ അമേരിക്കയിൽ ഒരു വേൾഡ് വാർ 3 വന്നിട്ട് ഈ സഖ്യകക്ഷികളെല്ലാം കൂടെ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ റഷ്യയും സഖ്യകക്ഷികളെല്ലാം കൂടെ അമേരിക്ക പിടിച്ചെടുത്താൽ എങ്ങനെയായിരിക്കും ആൾക്കാരുടെ അവസ്ഥ എന്നൊക്കെ നല്ല വൃത്തിക്ക് ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. ഈ പാട്രിക് സ്വെയിനും അനിയനും കൂടെ സ്വന്തം അച്ഛനെ കാണാൻ പോകുമ്പോഴത്തേക്കും പുള്ളിയുടെ ദുരവസ്ഥയൊക്കെ നല്ല ഭയങ്കര ദയനീയമായ രീതിയിലാണ് കാണിച്ചിട്ടുള്ളത്. കുറച്ച് ഇമോഷണൽ ഡ്രാമയൊക്കെ ഉണ്ട്. അത് ചിലപ്പോൾ ഇപ്പോഴത്തെ 1984 ടൈപ്പ് ഓഫ് സിനിമയാണ്. നമുക്ക് ചിലപ്പോൾ അത് ദഹിക്കണമെന്നില്ല. എങ്കിലും ആ ഒരു കാലഘട്ടത്തിൽ നല്ല രസമുള്ള ഇമോഷണൽ ഡ്രാമയൊക്കെ ഉണ്ട്, ഇമോഷണൽ സീൻസ് ഒക്കെ ഉണ്ട് കുറച്ച്. പിന്നീട് ഈ ഗൊറില്ലാസ് അല്ലെങ്കിൽ വോൾവറിൻസ് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളായിട്ട് പിടിച്ചു പോകുന്നു. റഷ്യൻ അല്ലെങ്കിൽ അൽബേനിയൻ ഇങ്ങനത്തെ ലാറ്റിൻ അമേരിക്കൻ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾക്ക് ഒരു വലിയ തലവേദനയായി മാറുന്നു. അവസാനം ഇതിന്റെ ട്വിസ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ ഇവർക്ക് വിശന്നു പോകുന്നു. ഇവർ മാനിനെയൊക്കെ വേട്ടയാടിയാണ് കഴിക്കുന്ന ആഹാരം കണ്ടെത്തുന്നത്. കാരണം ഇവരൊരു ഫോറസ്റ്റിലാണ്. ഈ ഫോറസ്റ്റ് പുറത്തുള്ള ആർക്കും അറിയത്തില്ല. അപ്പോൾ ഈ ഫോറസ്റ്റിനുള്ളിൽ നിന്നുകൊണ്ട് ഇവരെല്ലാം പരിപാടി നടത്തുന്നത്. ഇങ്ങനെ നടന്നല്ലാതെ ലാസ്റ്റ് ഇവന്മാർക്ക് അല്ലെങ്കിൽ ഈ ആർമിക്ക് എങ്ങനെയും ഇവരെ പിടിച്ചേ പറ്റൂ എന്നുള്ള ലെവലിലോട്ട് വരുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്കും ഇവർ നോക്കുമ്പോഴത്തേക്കും ഒരു ട്രക്ക് കാണുന്നുണ്ട്, ദൂരെ ഒരു ട്രക്ക് കാണുന്നുണ്ട്. അപ്പം
ആ ട്രക്ക് പതുക്കെ പാസ് ചെയ്ത് പോയപ്പോഴത്തേക്കും ഇവർ നോക്കുമ്പോഴത്തേക്കും കുറച്ച് ഫുഡ് ഐറ്റംസ് ട്രക്കിൽ നിന്ന് വീണ് കിടക്കുന്നു. ഈ ട്രക്കിൽ നിന്ന് വീണ ഫുഡ് ഐറ്റംസ് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ പറഞ്ഞ ജങ്ക് ഫുഡ്സ് അതൊന്നും കഴിക്കാതെ ഇവർക്ക് ഭയങ്കര ആർത്തിയായിട്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ ഗൊറില്ലാസ് അല്ലെങ്കിൽ വോൾവറിൻസ് വന്ന ഈ ആർമിക്ക് അല്ലെങ്കിൽ കൊച്ചു യങ് ജനറേഷൻ അമേരിക്കൻ പട്ടാളക്കാരെന്നല്ല അമേരിക്കൻ ഗൊറില്ലാസിന് വിശന്നിരിക്കുകയാണ്. അവർ ആ പൊതി അടിച്ചു മാറ്റാനായിട്ട് പോകുന്നു. അതൊരു ട്രാപ്പായിരിക്കുന്നു. അങ്ങനെ ഒട്ടുമിക്ക ആൾക്കാരെയും അല്ലെ ഈ കൂട്ടത്തിൽ പാട്രിക് സ്വെയിനും അനിയനും ഒഴിച്ച് ബാക്കി എല്ലാവരെയും കൊല്ലുന്നു. ഇത് കഴിഞ്ഞിട്ടുള്ള സീൻസാണ് ഭയങ്കരം. ഈ അനിയനും ചേട്ടനും കൂടെ, പാട്രിക് സ്വെയിനും അനിയനും കൂടെ, എനിക്ക് റോബർട്ട് ഷീനാന്ന് തോന്നുന്നു അനിയനായിട്ട് വരുന്നത്, ഇവർ രണ്ടുപേരും കൂടെ തിരിച്ചടിക്കുന്നു. ഇവരുടെ എനിമി കേന്ദ്രങ്ങളിൽ പോകുന്നു. മെഷീൻ ഗണ്ണും ബാക്കിയുള്ള എക്യുപ്മെന്റ്സ് വെച്ച് ഒരു ഭാഗത്തുള്ള റഷ്യൻ സോൾജേഴ്സിനെയൊക്കെ തുരത്തുന്നു. റഷ്യൻ കമാൻഡോ ഓഫീസറിനെ തന്നെ ആക്രമിച്ച് കൊല്ലുന്നു. അങ്ങനത്തെ കുറച്ച് സീനുണ്ട്. ലാസ്റ്റ് അനിയനെ വെടിവെക്കുന്നു. അങ്ങനെയുള്ളൊരു എൻഡിങ് ആണ് സിനിമയ്ക്ക് വരുന്നത്. ലാസ്റ്റ് അമേരിക്ക തിരിച്ചടിക്കുന്നു. അമേരിക്ക റഷ്യൻ സേനയെ ഒഫീഷ്യലായിട്ട് തറ പറ്റിക്കുന്നു. അത് വരെ ഈ ഗൊറില്ലാസ് അല്ലെങ്കിൽ നമ്മുടെ വോൾവറിൻ എന്ന് പറയുന്ന ഈ ട്രൂപ്പ് അല്ലെ ഈ കൊച്ചു പിള്ളേരുടെ ഒരു സംഘമാണ് അമേരിക്ക പിടിച്ചു നിർത്തിക്കൊണ്ടിരുന്നത്. അതാണ് ആ സിനിമയിൽ മൊത്തത്തിൽ കാണിക്കുന്നത്. എന്തായാലും നമ്മുടെ ഇപ്പോഴത്തെ അമേരിക്ക അല്ലെ ഇന്ത്യയും പാകിസ്ഥാനും കൂടെയുള്ള പ്രശ്നങ്ങളൊക്കെ എസ്കലേറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പം വേൾഡ് വാർ 3 വന്നാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ള രീതിയിൽ ഇപ്പോഴത്തെ ഒരു ടൈമിന് കാണാൻ പറ്റിയ സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് റെഡ് ഡൗൺ. ഇനി രണ്ടാമത്തെ ഒരു വേർഷൻ കൂടെ 2015-ലോ 2016-ലോ ഒരു വേർഷൻ കൂടെ ഇറങ്ങിയിട്ടുണ്ട്. അത് ഞാൻ കണ്ടില്ല. ഞാൻ കണ്ട ഒറിജിനലാണ് റെഡ് ഡൗൺ 1984. അപ്പം ആമസോൺ പ്രൈമിൽ ഈ സിനിമ അവൈലബിൾ ആണ്. എനിക്ക് ഇഷ്ടമുള്ള പടമാണ്. ഞാൻ അമേരിക്കൻ അല്ലെങ്കിൽ ഒരു ആർമി സിനിമകളൊക്കെ വല്ലാണ്ട് ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനാണ്. സോ നിങ്ങൾക്കും ഈ സിനിമ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. അപ്പം നമുക്കിനി നെക്സ്റ്റ് ഒരു സിനിമയായിട്ട് കാണാം. അതുവരേക്കും ബൈ.